തോറ്റവരാണ് ഇന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടേ ഉള്ളൂ. തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു പ്രചോദനം. തോറ്റടുത്തു നിന്ന് ജയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. പ്രത്യേകിച്ച് KTU പോലുള്ള യൂണിവേഴ്സിറ്റി പഠിക്കും. ബിടെക്കിനെ സംബന്ധിച്ച് സപ്ലി ഒരു പുതിയ കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് 56 സപ്ലി എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. 3-4 സപ്ലി ഉള്ളപ്പോൾ തന്നെ ബിടെക് ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് 56 സപ്ലി എഴുതുക എന്ന് പറയുന്നത് വളരെ കഠിനമായ കാര്യമാണ്. കൂടെയുള്ളവർ വരെ മുന്നോട്ട് പാസ്സാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് രക്ഷപ്പെടാൻ പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു. ബിടെക്കിന് ശേഷമുള്ള 6 മാസം കഴിയുന്നത്ര കഷ്ടപ്പെട്ട് ഓരോ ടോപ്പിക്സും ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ കവർ ചെയ്തുകൊണ്ട് പഠിച്ചു. അങ്ങനെ ബിടെക്കിന് ശേഷമുള്ള 1 വർഷം കൊണ്ട് കടങ്ങൾ എന്ന പോലെ കൊണ്ടു നടന്ന 56 സപ്ലി ഞാൻ എഴുതി പാസ്സായി. കയ്യിലുണ്ടായിരുന്ന 56 സപ്ലിയെയും മുന്നിലുണ്ടായിരുന്ന 1 വർഷവും കൊണ്ട് എനിക്ക് ബിടെക് പാസ്സാകാൻ കഴിഞ്ഞെങ്കിൽ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ബിടെക് പാസ്സാകും. തോറ്റടുത്തു നിന്ന് ജയിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങളുടെ ബിടെക് ട്യൂട്ടർ ഉണ്ടാവും.